ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തതാണ് നമസ്കാരം. മൂന്നാമത്തത് സക്കാത്താണ്. സക്കാത്ത് വർഷത്തിൽ ഒരു തവണയും അത് കഴിവുള്ളവരും സാമ്പത്തികമായിട്ട് കഴിവുള്ളവർക്കും മാത്രം ഫർളാക്കപ്പെട്ട ഒരു ഇതാണ് കർമ്മമാണ് സക്കാത്ത്. അത് വർഷത്തിൽ ഒരു തവണ. അത് കഴിഞ്ഞിട്ട് ഉള്ളത് നോമ്പാണ്. റമദാൻ മാസത്തിൽ അതും വർഷത്തിൽ ഒരു തവണയാണ് ഈ നോമ്പ് നമ്മൾ ചെയ്യുന്നത്. അതും ആരോഗ്യമായി കഴിവുള്ളവർക്ക് മാത്രമാണ്, ആരോഗ്യമുള്ളവർക്കാണ് ഈ നോമ്പ് ഫർളാക്കിയത്. അല്ലെങ്കിൽ അവിടെ നമുക്ക് ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ അഞ്ചാമത്തതാണ് ഹജ്ജ്. അവിടെയും വർഷത്തിൽ അല്ലെങ്കിൽ അവിടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഒരു തവണ. അതും സാമ്പത്തികവും ആരോഗ്യവും സാഹചര്യവും ഒക്കെ വന്നാൽ മാത്രമാണ് ഹജ്ജ് ഒരാൾക്ക് നിർബന്ധമാകുക. പക്ഷെ നമസ്കാരം അങ്ങനെയല്ല. ആരോഗ്യം ഉണ്ടായിക്കോട്ടെ ഉണ്ടാകാതിരുന്നോട്ടെ, നമുക്ക് ബുദ്ധി ഉണ്ടോ നമുക്ക് നമസ്കാരം, സാഹചര്യം എന്തായിക്കോട്ടെ എവിടെയായിരുന്നാലും. അതിപ്പോൾ നമ്മൾ ഒരു നിജസായ ഒരു സ്ഥലത്താണ്, നമുക്ക് അവിടെ നിന്ന് വിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലത്താണെങ്കിൽ പോലും നമ്മുടെ നമസ്കാരത്തിൽ കരുതണം എന്നുള്ളതാണ് ആ സമയമാകുമ്പോൾ. കാരണം നമുക്ക് വേറെ സാഹചര്യമില്ല, നിജസ് കളയാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു വിട്ടുവീഴ്ചയില്ല നമസ്കാരത്തിൽ. അപ്പോൾ ഈ ഒരു നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരത്തെ നമ്മൾ എത്രത്തോളം സീരിയസ് ആയി കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരുപാട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാം ദുനിയവിയായ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലും ചിന്ത പോകുന്നത്. നമ്മുടെ സേവിങ്സ് എന്താണ്, നമ്മുടെ നെക്സ്റ്റ് കരിയർ ഗോൾ എന്ത് സെറ്റ് ചെയ്യണം, നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഖിറത്തിലേക്കുള്ള ഒരു കാര്യം, നമ്മുടെ ആഖിറം, നമ്മുടെ ഖബർ ജീവിതം എന്തായിരിക്കണം എന്ന് ആ ഒരു ഗോൾ നമ്മൾ എത്രത്തോളം സെറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ നമസ്കാരത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ 5 വക്ത് നമ്മൾ നമസ്കരിക്കും. എല്ലാവരും നമസ്കാരം ചെയ്യുന്നവരായിരിക്കും. കലാകാരത്തെ മാക്സിമം കലാകാരത്തെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ നമസ്കാരത്തിൽ നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളെപ്പോഴും തിരക്കിലായിരിക്കും. ഓരോ വക്തത്തിലും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ജോലിയിലൊക്കെ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം കണ്ടെത്തി നമ്മൾ നമസ്കരിക്കുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലേക്ക് ആ അള്ളാഹുവിനോടുള്ളൊരു സംഭാഷണമാണ് എന്ന രീതിയിൽ നമ്മൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് നമസ്കാരത്തിന് സമയത്ത് വരുന്നത്. അത് സ്വാഭാവികമാണ്. കാരണം അത് ഒരു ഇനേഷ്യ എന്നൊരു ലോ ഉണ്ട്. അതായത് നമ്മളൊരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബസ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ് ഒന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. അത് ന്യൂട്ടന്റെ ഒരു തിയറിയാണ്. അതെന്താണ്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ആ സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കാനുള്ളൊരു പ്രകൃതിപരമായി നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെയാണ് അതൊരു തിയറിയാണ്, ഫിസിക്സാണ്. പക്ഷേ നമ്മളുടെ മനസ്സിലും ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് ഇനർജി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദുനിയവിയായ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് 5 മിനിറ്റ് നമ്മൾ കണ്ടെത്തി നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ വരുന്നത് ദുനിയവിയായ ചിന്തകളായിരിക്കും. അപ്പോൾ അവർ ബ്രേക്ക് എടുത്ത് ശരിക്കും എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് ആ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു ഖുശൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുനിയവിയായ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമസ്കാരത്തെ സമീപിക്കാതെ നമ്മളൊരു ബ്രേക്ക് എടുത്ത് കംപ്ലീറ്റ് നമ്മൾ ആദ്യത്തെ പ്രവൃത്തി എന്നുള്ളത് നമസ്കാരത്തിൽ വരുന്നത് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, നമസ്കാരം കൊണ്ട് നമുക്ക് ദുനിയാവിലെ കാര്യങ്ങളും ആഖിറത്തിലെ കാര്യങ്ങളും നമ്മൾ വിജയിക്കും. ഏറ്റവും ആദ്യം നമുക്ക് നമസ്കാരം കൊണ്ട് കിട്ടുന്നത് പാപമോചനമാണ്. നമ്മളുടെ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും പുറത്തപ്പെടാൻ, വൻദോഷങ്ങൾ ഇതുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ തൗബ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ആ തൗബയുടെ ആ ഒരു നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ തൗബ ചെയ്തിട്ട് നമ്മുടെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും പുറത്തപ്പെടുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. അപ്പോൾ ഈ ഒരു നമസ്കാരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പാപമോചനത്തിനായിട്ട് നമ്മുടെ നമസ്കാരത്തിന്റെ ഓരോ പ്രവൃത്തികളിലേക്കും നമുക്ക് പാപമോചനമുണ്ട്. ഇപ്പോൾ നമ്മൾ നടന്നാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ നടത്തത്തിലും നമ്മുടെ പാപങ്ങൾ പുറത്തപ്പെടുന്നുണ്ട്. അത് ഒരു കാര്യം. നമ്മൾ മാക്സിമം നടന്ന് പള്ളിയിൽ പോകും. ആ ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഓരോ നടത്തത്തിലും നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കുന്ന ചിന്താഗതിയോടുകൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ദുനിയവിയായ ഒരു ബ്രേക്ക് എടുക്കണം. നമ്മൾ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദുനിയാവുമായിട്ട് മാറി നമ്മൾ ആഖിറവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്ത കൊണ്ടുവന്ന് ഓരോ നടത്തത്തിലും നമ്മളുടെ പാപങ്ങൾ പുറത്തപ്പെടുവാണെന്നുള്ളൊരു ചിന്താഗതിയോട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലെത്തുമ്പോൾ ഒരു ബ്രേക്കായി അവിടെ. രണ്ടാമത് നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പള്ളി എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ നമ്മൾ ചെയ്യുന്നത് വുളുവാണ്. വുളുവിൽ പോലും നമ്മൾ ഓരോ പ്രവൃത്തിയിൽ നമ്മുടെ പാപങ്ങളാണ് പുറത്തുപ്പെടുന്നത് ഒരു വുളുവിൽ. ഇപ്പോൾ നമ്മൾ കൈ കഴുകുന്നു അല്ലെങ്കിൽ വായിൽ കൊപ്പിളിച്ച് കഴിയുമ്പോൾ നമ്മൾ നാവുകൊണ്ട് ചെയ്ത ഹറാമുകളെല്ലാം ഈ ഒരു നമ്മൾ കൊപ്പിളിച്ച് പുറത്ത് കളയുമ്പോൾ അത് കളയുവാണെന്നുള്ള രീതിയിൽ നമ്മൾ വുളുവിനെ സമീപിക്കാം. അതുപോലെ മുഖം കഴുകുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട എല്ലാ ഹറാമുകളും ഈ ഒരു മുഖം കഴുകുന്നതോടുകൂടി കളയുവാണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കാം. അതുപോലെ കൈ കഴുകുമ്പോൾ നമ്മൾ വലത് കൈ കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ചെയ്ത ഹറാമുകൾ, ഇടത് കൈ കഴിയുമ്പോൾ ഇടത് കൈ കൊണ്ട് ചെയ്ത ഹറാമുകളെല്ലാം ഇതോടുകൂടി നമ്മൾ അതിലോട്ട് അത് കളയുവാണ് എന്ന രീതിയിൽ അതിലേക്ക് ഇനി വരില്ല. ആ ഒരു ഇത്തരം ഹറാമുകൾ നമ്മൾ ചെയ്യില്ല എന്നൊരു നിശ്ചയത്തോടു കൂടി നമ്മൾ ഉള്ളിൽ സമീപിക്കാം. തല കഴുകുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ, ഹറാമായ ചിന്താഗതികൾ ഇനി മനസ്സിലേക്ക് കൊണ്ടുവരില്ല എന്ന് ചിന്തിക്കാം. ചെവി
കഴിയുമ്പോൾ നമ്മളുടെ ജീവിതം കേട്ട ഹറമുകളെല്ലാം ഇനി ജീവിതത്തിൽ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മൾ നീട്ടി വെക്കണം. അതുപോലെ കാലുകൊണ്ട് നമ്മൾ നടന്ന വഴികളിൽ ഹറാമുകളിലേക്ക് നമ്മൾ നടന്നത് ഇനി ഉണ്ടാവില്ല എന്ന്. അതാണ് ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും അവിടെ ഒരു പാപമോചനമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ നമ്മൾ മാക്സിമം ജമാഅത്തിന് മുന്നേ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്കവിടെ തറീയത്തിന്റെ സുന്നത്തുണ്ട്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആയത്തിൻ്റെ സുന്നത്ത്, റവാത്തീമിന്റെ സുന്നത്തുണ്ട്. ഈ ഒരു സുന്നത്തുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പാദപ്പെടുവാണ്. ആ ഫർദിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ മനസ്സിനെ ഭൗതിക രീതിയിൽ മാറ്റി ആത്മീയമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവൃത്തികൾ നമ്മളിങ്ങനെ ചെയ്ത് നടന്ന് പള്ളിയിലേക്ക് പോയി ഇതുപോലെ ചെയ്തു, പള്ളിയിൽ പ്രവേശിച്ചു, താഴേക്ക് നമ്മൾ നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ആദ്യമേ തന്നെ പടച്ചവനോടുകൂടി നമ്മൾ സംഭാഷണം നടത്തി. നമുക്ക് റവാത്തീവ് നമസ്കരിച്ചു. ആ ഒരു റവാത്തീവ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ ഫർദിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും നല്ലൊരു മൊമെന്റാണ്. ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആ തൗബ നമ്മൾ ചെയ്ത വൻപാപങ്ങൾ ചെറുപാപങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഓർത്തുമ്പോൾ ആ ഒരു 2 മിനിറ്റ് തൗബ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫർദിൽ നമ്മൾ പാകപ്പെട്ടു പൂർണ്ണമായും. പിന്നെ നമ്മൾ ആ ഒരു മൈൻഡ് കംപ്ലീറ്റ് ദുനിയാവിലുള്ള എല്ലാം നമ്മൾ കട്ടായി. നമ്മൾ പൂർണ്ണമായും ആഖിറത്തിലുള്ള അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ എത്തി. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ദുനിയാവ് കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ നമസ്കാരത്തെ സമീപിച്ച് ഫർദ് നമ്മൾ 4 റക്അത്ത് പരിപൂർണ്ണമായും വേറെ ഒരു ചിന്ത കൊണ്ടുവരാതെ കാബയ്ക്ക് മുന്നിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമ്മുടെ വലതുഭാഗത്ത് സ്വർഗ്ഗം, ഇടതുഭാഗത്ത് നരകമെന്ന് വിചാരിക്കാം. നമ്മുടെ പുറകയിൽ മുകളിൽ അള്ളാഹു നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ അള്ളാഹു ഉണ്ടെന്ന് വിചാരിക്കാം. പുറകയിൽ അസ്രായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ തിരിക്കാൻ വേണ്ടി ഏത് നിമിഷം നമ്മൾ മരിക്കുമെന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ നമസ്കരിച്ചാൽ അവിടെ നമുക്ക് ദുനിയാവിന്റെ കാര്യങ്ങൾ വരില്ല, തീർച്ചയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പൂർണ്ണമായി ബ്രേക്ക് എടുത്ത് സമയം കണ്ടെത്തി ഒരു അരമണിക്കൂർ നമ്മൾ നമസ്കാരത്തിലേക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മൾ 4 റക്അത്തോ 3 റക്അത്തോ 2 റക്അത്തോ നമ്മൾ പരിപൂർണ്ണമായി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തിൽ ഓരോ ദുആയും ആ ഓരോ തസ്ബീഹും അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ നമസ്കരിച്ചാൽ തീർച്ചയായും ആ നമസ്കാരം പരിപൂർണ്ണതയോടെ സ്വീകരിക്കപ്പെടും. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ അവിടെ ഇരുന്നാൽ മതി എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവിടെ നമ്മൾ പാപങ്ങൾ പുറപ്പെട്ടു. നമസ്കാരം കഴിഞ്ഞിട്ട് എത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റും? 5 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു ഇരുന്ന നമസ്കരിച്ച ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്യാം. അത് വീണ്ടും നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തപ്പെടാൻ ഒരു കാരണമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒരു റവാത്തീവ് നമസ്കാരം ഉണ്ട്. ആ ഒരു റവാത്തീവ് നമ്മൾ നിർവഹിച്ചാൽ നമ്മുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഫർദിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും അവിടെ പുറത്തപ്പെടും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, എല്ലാ വഴികളും നമുക്ക് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ നമസ്കാരത്തെ സമീപിക്കണം, അതിനുവേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഓരോ പ്രവൃത്തിയിലും നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നമ്മുടെ ആ ഒരു മാനസിക അവസ്ഥ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമല്ല. അപ്പോൾ നമസ്കാരത്തിൽ നമ്മൾ കുറച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട്. കാരണം നമുക്ക് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആഖിറാണ് നമ്മുടെ ഏറ്റവും ലക്ഷ്യം, ദുനിയാവല്ല. അപ്പോൾ ആഖിറാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ആഖിറത്തിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മൾ നമസ്കാരത്തെ സമീപിക്കുമ്പോൾ അവിടെ ഒരു 5 മിനിറ്റിന് പകരം ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ കണ്ടെത്തി ആ ഒരു സമയം നമ്മൾ ബ്രേക്ക് എടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നമസ്കാരത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം സുഖമാവും. നമ്മുടെ